യൂട്യൂബിൽ പബ്ലിക് വ്യൂ എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന അറിയിപ്പാണിത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിൽ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യൂട്യൂബിൽ പബ്ലിക് വ്യൂ എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രധാന അറിയിപ്പ്. പുതിയ മാറ്റം 2026 ഓഗസ്റ്റ് 24 മുതൽ ഈ വീഡിയോ ഇപ്പോൾ ഓരോരാൾ വീഡിയോ ചെയ്യാൻ പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഷോർട്സ് ഇട്ടു. ആ ഒരു ഷോർട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയാലും അത് വ്യൂ ആയി കണക്കാക്കപ്പെടും. 2026 ഓഗസ്റ്റ് 24 തീയതിക്കുള്ള പുതിയ നിയമം വരും എന്ന് യൂട്യൂബ് നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുക. ഈ പുതിയ മാറ്റം യൂട്യൂബിലെ എല്ലാ വീഡിയോ ഫോർമാറ്റുകൾക്കും ഒരേപോലെ ബാധകമായിരിക്കും. ഷോർട്സിന് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന മാറ്റം ഇപ്പോൾ എല്ലാ ഫോർമാറ്റുകൾക്കും ബാധകമാവുകയാണ്. കാരണം മുമ്പ് ഒരേ ഫോർമാറ്റിലും വ്യത്യസ്ത രീതിയിലുള്ള വ്യൂസ് ആണ് കണക്കാക്കിയിരുന്നത്. ക്രിയേറ്റർമാർക്കിടയിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനും അവർക്ക് വീഡിയോകളെ കുറിച്ച് റീച്ച് കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ മാറ്റം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂട്യൂബിലെ അനലൈറ്റിക്സിന്റെ സ്വാധീനം, അതായത് എൻഗേജ്ഡ് വ്യൂ, പഴയ രീതിയിലുള്ള വ്യൂ മെട്രിക് പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല. എത്ര കാഴ്ചക്കാർ വീഡിയോ തുടർന്ന് കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് ക്രിയേറ്റർമാർക്ക് മനസ്സിലാക്കുന്നതിനായി ഇത് എൻഗേജ്ഡ് വ്യൂ എന്ന പേരിൽ അറിയപ്പെടും. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് യൂട്യൂബ് അനലൈറ്റിക്സിൽ പോയി അഡ്വാൻസ്ഡ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ലഭ്യമാവും. അതായത് എൻഗേജ്ഡ് വ്യൂ എന്നാണ് ഇപ്പോൾ അതിനെ അറിയപ്പെടുന്നത്. മോണിറ്റൈസേഷനിലെ സ്വാധീനം. ഈ മാറ്റം ക്രിയേറ്റർമാരുടെ വരുമാനത്തെയോ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമുമായുള്ള യോഗ്യതയോ ബാധിക്കുകയില്ല. വരുമാന അടിസ്ഥാനം ക്രിയേറ്റർമാരുടെ വരുമാനം തുടർന്നും എൻഗേജ്ഡ് ഷോർട്ട് വ്യൂ, എൻഗേജ്ഡ് വാച്ച് അവർ എന്നിവയെ അടിസ്ഥാനമാക്കിയുമായിരിക്കും. ഇത് നിങ്ങൾക്ക് യൂട്യൂബ് അനലൈറ്റിക്സിൽ പോയി അഡ്വാൻസ്ഡ് മോഡ് വഴി പരിശോധിക്കാവുന്നതാണ്. YPP യോഗ്യത മാനദണ്ഡങ്ങൾ യാതൊരു മാറ്റവും വരുന്നില്ല. YPPയിൽ പ്രവേശിക്കുന്നതിനുള്ള ആവശ്യകതകൾ ഇനി മുതൽ ക്വാളിഫൈഡ് ഷോർട്ട് വ്യൂ, ക്വാളിഫൈഡ് വാച്ച് ഓവർ എന്ന് അറിയപ്പെടും. ഇവ മുൻപ് വാലിഡ് പബ്ലിക് ഷോർട്സ് വ്യൂ, വാലിഡ് പബ്ലിക് വാച്ച് ഓവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 24 മുതൽ യൂട്യൂബിൽ വ്യൂസ് കാണിക്കുന്ന എല്ലാ ഭാഗത്തും പുതിയ മെട്രിക് സിസ്റ്റം നിലവിൽ വരും. അതായത് ക്രിയേറ്റർമാർക്ക് അവരുടെ ആകെ വ്യൂ കൗണ്ട് വേഗത്തിൽ വർദ്ധിക്കുന്നതായി കാണാൻ സാധിച്ചേക്കാം. എല്ലാ വീഡിയോ ഫോർമാറ്റിലും ഒരേപോലെയുള്ള വ്യൂ മെട്രിക് വരുന്നതിലൂടെ ക്രിയേറ്റർമാർക്ക് അവരുടെ വീഡിയോകളുടെ ആകെ റീച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ബ്രാൻഡ് പാർട്ട്ണർമാരോടും സ്പോൺസർമാരോടും തങ്ങളുടെ ചാനലിൻ്റെ യാഥാർത്ഥ്യ മൂല്യം, സ്വാധീനവും ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കാൻ ഇത് സഹായിക്കും. പുതിയ വ്യൂ മെട്രിക്കിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അവർ നൽകിയിട്ടുള്ള ഹെൽപ്പ് സെൻറ്റർ, അതായത് യൂട്യൂബ് നൽകിയിട്ടുള്ള ഹെൽപ്പ് സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവരോട് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള ഇനിയും കുറച്ച് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും എന്നാണ് യൂട്യൂബിൻ്റെ മെയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് യൂട്യൂബിൻ്റെ മെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഷോർട്സ് കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് കുറച്ച് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഷോർട്സ് ഇതിൻ്റെ ഇടയൊക്കെ ഞാനും ഷോർട്സ് ചെയ്തപ്പോൾ ഷോർട്സ് ഇടുന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ 2 3 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നിരുന്നത്. പിന്നീട് അത് ഒരു 500, 600, 700, 1K എന്നീ ആ ഒരു റേഞ്ചിലേക്ക് ഒതുങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കോണ്ടൻറ്റ് ക്രിയേറ്ററായ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്താലും ഷോർട്ട് വീഡിയോ ചെയ്താലും നല്ല റീച്ച് ഉണ്ടാകും എന്നാണ് യൂട്യൂബ് ഇപ്പോൾ മെയിൽ വഴി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് കുറേ മാനദണ്ഡങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് സെൻറ്റർ എന്നും പറഞ്ഞിട്ടുള്ള യൂട്യൂബിൻ്റെ ഹെൽപ്പ് സെൻറ്ററിൽ പോയി നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള
മറുപടി യൂട്യൂബ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് വന്ന മെയിലിനെ കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് വന്ന ഒരു മെയിലായിരുന്നു ഇത്. ആ മെയിലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.